ലോകം വിറപ്പിച്ച നെപ്പോളിയൻ ബോണപ്പാർട്ട് ഓരോ രാത്രിയും ഉറങ്ങാൻ പോയിരുന്നത് ഒരു സ്ത്രീയുടെ കണ്ണുകളിലേക്ക് നോക്കിയായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ആ സ്ത്രീ മറ്റാരുമായിരുന്നില്ല, ലോക പ്രശസ്തമായ മൊണാലിസ. ആ ചക്രവർത്തി പോലും അറിയാതിരുന്ന ഒരു രഹസ്യം ആ ചിത്രത്തിന് പിന്നിലുണ്ടായിരുന്നു. ചരിത്രപരമായ ഒരു വലിയ അബദ്ധമാണോ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഈ കലാമോഷണത്തിലേക്ക് വഴി തുറന്നത്? നമ്മുടെ ദൃശ്യം സിനിമയിലെ ജോർജ് കുട്ടിയെ പോലെ പോലീസിന്റെ മൂക്കിന് താഴെ 2 വർഷം അയാൾ എങ്ങനെ ആ അമൂല്യനിധി ഒളിപ്പിച്ചു? ചരിത്രവും ശാസ്ത്രവും ഇത്രയധികം കെട്ടുമണഞ്ഞു കിടക്കുന്ന മറ്റൊരു കുറ്റകൃത്യം വേറെയില്ല. നൂറ്റാണ്ടിന്റെ മോഷണം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ നിഗൂഢതകളിലേക്ക് നമുക്ക് നിറങ്ങിച്ചെല്ലാം. ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് ജസ്റ്റിൻ. വെൽക്കം ടു ലേൺ ആൻഡ് ലീവ് ഇറ്റ്. 1911 ഓഗസ്റ്റ് 21 പാരീസിലെ ലൂവർ മ്യൂസിയം. അതൊരു തിങ്കളാഴ്ചയായിരുന്നു. മ്യൂസിയം പൊതുജനങ്ങൾക്കായി അടച്ചിട്ടിരുന്ന ദിവസം. രാവിലെ 7 മണിക്ക് മ്യൂസിയം ജീവനക്കാരുടെ വെളുത്ത ഓവർകോട്ട് അണിഞ്ഞ് പിയത്രോ വിൻസെൻസോ അന്തോണിയോ പെറൂജ എന്ന മനുഷ്യൻ അകത്തേക്ക് കയറി. അയാൾ അവിടുത്തെ ഒരു പഴയ ജീവനക്കാരനായിരുന്നു. അവിടുത്തെ ഓരോ മുക്കും മൂലയും പെറൂജയ്ക്ക് മനപ്പാഠമായിരുന്നു. സുരക്ഷാ ജീവനക്കാർ വളരെ കുറവായിരുന്ന ആ സമയത്ത് അയാൾ നേരെ ചെന്നത് മൊണാലിസയ്ക്ക് മുന്നിലേക്കാണ്. ഗ്ലാസ് കേസും ഫ്രെയിമും ഉൾപ്പെടെ 90 കിലോയോളം ഭാരമുണ്ടായിരുന്ന മൊണാലിസയെ ആ ചുമരിൽ നിന്നും അയാൾ വേർപെടുത്തി. ശേഷം പെറൂജ ആ ചിത്രത്തിന്റെ ഭാരമേറിയ ഫ്രെയിമും ഗ്ലാസും ഗോവണിപ്പടിയിൽ ഉപേക്ഷിച്ചു. പെറൂജ ലൂവർ മ്യൂസിയത്തിൽ ഗ്ലേസിയർ എന്ന ജോലിയാണ് ചെയ്തിരുന്നത്. മൊണാലിസ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾക്ക് സംരക്ഷണ ഗ്ലാസുകൾ സ്ഥാപിക്കുന്ന സംഘത്തിൽ അയാൾ ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ ആ ചിത്രം എങ്ങനെയാണ് ഫ്രെയിമിൽ ഉറപ്പിച്ചിരിക്കുന്നതെന്നും മിനിറ്റുകൾക്കുള്ളിൽ അതെങ്ങനെ അഴിച്ചു മാറ്റാമെന്നും അയാൾക്ക് കൃത്യമായി അറിയാമായിരുന്നു. ചിത്രവുമായി പുറത്തേക്ക് കടക്കാൻ നോക്കിയ അയാളെ വിധിയൊന്ന് പരീക്ഷിച്ചു. താഴത്തെ വാതിൽ ലോക്കായിരുന്നു. പെറൂജ വിയർത്ത് നിന്ന് ആ നിമിഷമാണ് സൗവറ്റ് എന്ന പ്ലംബർ അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. അയാൾ പെറൂജയെ ഒരു സഹപ്രവർത്തകനാണെന്ന് തെറ്റിദ്ധരിച്ചു. ആ കള്ളന് പ്ലംബർ വാതിൽ തുറന്നു കൊടുത്തു. വെറും ഒരു മരപ്പലകയിൽ വരച്ച ആ ചിത്രം ഒരു തുണിയിൽ പൊതിഞ്ഞ് അയാൾ പുറത്തേക്ക് നടന്നു. മ്യൂസിയം അധികൃതർ ഈ മോഷണം നടന്ന വിവരം അറിയുന്നത് പോലും 24 മണിക്കൂറുകൾക്ക് ശേഷമാണ്. ചിത്രം വരുന്ന ചുമരിൽ വെറും ഒരു ശൂന്യത മാത്രം ബാക്കിയായി. അക്കാലത്ത് മ്യൂസിയത്തിൽ നിന്ന് പെയിന്റിങ്ങുകൾ വൃത്തിയാക്കാനോ ഫോട്ടോഗ്രാഫി എടുക്കാനോ അധികൃതർ മാറ്റുന്നത് പതിവായിരുന്നു. മൊണാലിസ ഇരുന്ന സ്ഥലം ശൂന്യമായി കിടക്കുന്നത് കണ്ടിട്ടും അത് ഫോട്ടോഗ്രാഫിക്ക് കൊണ്ടുപോയതാകുമെന്ന് കരുതി ഗാർഡുകൾ 24 മണിക്കൂറിലധികം അത് അന്വേഷിച്ചില്ല. വിഖ്യാതമായ ആ മോഷണത്തിന് മുൻപ് മൊണാലിസ ഇന്നത്തെ പോലെയുള്ള ഒരു ആഗോള പ്രതീകമായിരുന്നില്ല. ലൂവർ മ്യൂസിയത്തിലെ നിരവധി നവോത്ഥാന മാസ്റ്റർ പീസുകളിൽ ഒന്ന് മാത്രമായിരുന്നു അത്. മ്യൂസിയത്തിലെ ഗാലറിയിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രശസ്തമായ ചിത്രമോ വില കൂടിയ ചിത്രമോ പോലും അതായിരുന്നില്ല. കലാവിമർശകരും ചരിത്രകാരന്മാരും ഇതിനെ പ്രശംസിച്ചിരുന്നെങ്കിലും മോഷണം നടക്കുന്നതുവരെ പൊതുജനങ്ങൾ ഈ ചിത്രത്തോട് വലിയ താല്പര്യം കാണിച്ചിരുന്നില്ല. എന്നാൽ മോഷണത്തിന് ശേഷം മാധ്യമങ്ങൾ ഈ വാർത്ത ആഘോഷിച്ചു. യൂറോപ്പിലെയും അമേരിക്കയിലെയും പത്രങ്ങൾ ആഴ്ചകളോളം മൊണാലിസയുടെ ചിത്രം 1-ാം പേജിൽ അച്ചടിച്ചു. ഇതൊരു വെറും വസ്തുവിന്റെ മോഷണം എന്നതിലുപരി ഒരു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയ രീതിയിലാണ് മാധ്യമങ്ങൾ ചിത്രീകരിച്ചത്. മ്യൂസിയം വീണ്ടും തുറന്നപ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് ചിത്രമിരുന്ന ആ ശൂന്യമായ ഭിത്തി കാണാനായി ക്യൂ നിന്നത്. ഭിത്തിയിലെ ആ 4 ആണികൾ മാത്രം നോക്കി ആളുകൾ മണിക്കൂറുകളോളം നിന്നു. ഒരു മൃതദേഹത്തിന് മുന്നിൽ എന്ന പോലെ ആളുകൾ അവിടെ പൂക്കളർപ്പിച്ചു. മോഷണം മൊണാലിസയെ ഒരു ഗ്ലോബൽ ഐക്കണാക്കി മാറ്റി. ഇതിനിടയിൽ പാരീസ് പോലീസ് തങ്ങളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരച്ചിലാണ് നടത്തിയത്. പക്ഷേ തുടക്കം മുതലേ അവർക്ക് പിഴച്ചു. മ്യൂസിയത്തിൽ നിന്ന് ലഭിച്ച വിരലടയാളം പെറൂജയുടേതായിരുന്നു. അയാളുടെ വിരലടയാളം നേരത്തെ തന്നെ പോലീസ് റെക്കോർഡുകളിലും ഉണ്ടായിരുന്നു. പക്ഷേ അക്കാലത്ത് പോലീസിന്റെ പക്കൽ വലത് കൈ വിരലുകളുടെ അടയാളങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മ്യൂസിയത്തിൽ നിന്ന് ലഭിച്ചതാകട്ടെ അയാളുടെ ഇടത് കൈയിലെ തള്ളവിരലിന്റെ അടയാളവും. ഈ ഒരു സാങ്കേതിക വ്യത്യാസം കാരണം അയാൾ രക്ഷപ്പെട്ടു. അന്വേഷണത്തിനിടെ പോലീസ് ലോകപ്രശസ്ത ചിത്രകാരൻ പാബ്ലോ പിക്കാസോയെ വരെ സംശയിച്ച് കോടതിയിൽ ഹാജരാക്കി. പിക്കാസോ വിതുമ്പിക്കൊണ്ട് തനിക്കിതിൽ പങ്കില്ലെന്ന് പറയേണ്ടി വന്ന നിമിഷമായിരുന്നു അത്. പിക്കാസോയുടെ അടുത്ത സുഹൃത്തും കവിയുമായ ഗില്ലോം അപ്പോളിനെയർ അറസ്റ്റ് ചെയ്യപ്പെട്ടതാണ് പിക്കാസോയിലേക്ക് അന്വേഷണം നീളാൻ പ്രധാന കാരണമായത്. അപ്പോളിനെയറുടെ സെക്രട്ടറി ലൂവർ മ്യൂസിയത്തിൽ നിന്ന് നേരത്തെ 2 പുരാതന പ്രതിമകൾ മോഷ്ടിച്ചിരുന്നു. പോലീസിന്റെ ചോദ്യം ചെയ്യലിനിടെ അപ്പോളിനെയർ പിക്കാസോയുടെ പേര് വെളിപ്പെടുത്തി. പിക്കാസോ ഈ മോഷണം മുതലായ പ്രതിമകൾ വാങ്ങുകയും അവ തന്റെ ചിത്രങ്ങളിൽ മാതൃകകളായി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ലൂവർ മ്യൂസിയത്തിൽ നിന്നുള്ള മോഷണ മുതലുകൾ കൈവശം വെച്ചതിനാലും മുൻപത്തെ മോഷണങ്ങളുമായുള്ള ഈ ബന്ധം കാരണവുമാണ് മൊണാലിസ മോഷണത്തിലും അദ്ദേഹത്തിന് പങ്കുണ്ടാകാമെന്ന് പോലീസ് വിശ്വസിച്ചത്. അതേസമയം മ്യൂസിയത്തിന് വെറും 2 മൈൽ ദൂരെയുള്ള തന്റെ ചെറിയ അപ്പാർട്ട്മെന്റിലെ കട്ടിലിനടിയിൽ ഒരു മരപ്പെട്ടിയുടെ രഹസ്യ അറയിൽ പെറൂജ ആ ചിത്രം സൂക്ഷിച്ചു. പോലീസ് 2 തവണ അയാളുടെ വീട്ടിലെത്തി ചോദ്യം ചെയ്തിട്ടും ആ മരപ്പെട്ടി മാത്രം അവർ പരിശോധിച്ചില്ല. ഒരു സാധാരണ തൊഴിലാളിക്ക് ഇത്രയും വലിയൊരു മോഷണം നടത്താൻ കഴിയില്ലെന്ന പോലീസിന്റെ മുൻവിധിയാണ് പെറൂജയ്ക്ക് തുണയായത്. പിടിക്കപ്പെട്ട ശേഷം കോടതിയിൽ പെറൂജ വാദിച്ചത് തന്റെ മോഷണം ദേശസ്നേഹത്തിന്റെ ഭാഗമാണെന്നാണ്. നെപ്പോളിയൻ ബോണപ്പാർട്ട് ഇറ്റലിയിൽ നിന്ന് കവർന്നതാണ് ഈ ചിത്രമെന്നും അത് ഇറ്റലിക്ക് തിരികെ നൽകണമെന്നുമായിരുന്നു അയാളുടെ വാദം. പക്ഷേ ഇതൊരു വലിയ തെറ്റായ അറിവായിരുന്നു. നെപ്പോളിയൻ ജനിക്കുന്നതിനും 250 വർഷങ്ങൾക്ക് മുൻപ് 1516 ലിയോനാർഡോ
ഡാവിഞ്ചി തന്നെയാണ് ഈ ചിത്രം ഇറ്റലിയിൽ നിന്നും ഫ്രാൻസിലേക്ക് കൊണ്ടുവന്നത്. 1503 ചിത്രം വരയ്ക്കാൻ തുടങ്ങിയ ഡാവിഞ്ചി 4 വർഷത്തോളം അതിനായി ചെലവഴിച്ചിട്ടും അത് പൂർത്തിയായില്ല എന്ന് വിശ്വസിച്ചിരുന്നു. അദ്ദേഹത്തിന് വേണ്ടത്ര പൂർണ്ണത ലഭിക്കാത്തതിനാൽ 15 വർഷങ്ങൾക്ക് ശേഷവും അദ്ദേഹം ചിത്രത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരുന്നു. ഇറ്റലിയിൽ നിന്നും ഫ്രാൻസിലേക്ക് താമസം മാറിയപ്പോൾ പോലും അദ്ദേഹം ഈ അപൂർണമായ ചിത്രം കൂടെ കരുതിയിരുന്നു. ഡാവിഞ്ചിയുടെ മരണശേഷം ഫ്രഞ്ച് രാജാവായ ഫ്രാൻസിസ് ഒന്നാമൻ അത് നിയമപരമായി വിലയ്ക്ക് വാങ്ങിയതായിരുന്നു. പെറൂജിയുടെ ദേശസ്നേഹത്തിന് പിന്നിൽ പണത്തോടുള്ള ആർത്തിയുമുണ്ടെന്ന് വിലയിരുത്തപ്പെടും. കാരണം അയാൾ തന്റെ അച്ഛനയച്ച കത്തുകളിൽ വലിയൊരു സമ്പത്ത് തന്നെ തേടി വരാൻ പോകുന്നു എന്ന് എഴുതിയിരുന്നു. കൂടാതെ ചിത്രം വിൽക്കാൻ 5 ലക്ഷം ലീറെ അയാൾ ആവശ്യപ്പെടുകയും ചെയ്തു. പെറൂജിയെ കാത്തിരുന്നത് പക്ഷേ പോലീസിന്റെ വിലങ്ങുകളായിരുന്നു. 1913 ഫ്ലോറൻസിലെ ആ ഹോട്ടൽ മുറിയിൽ നടന്നത് ഒരു സിനിമാ കഥയെ വെല്ലുന്ന രംഗങ്ങളാണ്. പണം നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് ഉഫീസി ഗാലറി ഡയറക്ടർ ജോവാനി പോജി ചിത്രം പരിശോധിക്കാനായി വാങ്ങിയത്. പെറൂജ തന്റെ പഴയ മരപ്പെട്ടി തുറന്ന് അതിനുള്ളിലെ വസ്ത്രങ്ങളെല്ലാം വാരി പുറത്തെറിഞ്ഞു. ആ പെട്ടിക്ക് ഒരു രഹസ്യ അറ ഉണ്ടായിരുന്നു. അതിനുള്ളിൽ ചുവന്ന പട്ടു തുണിയിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു മൊണാലിസ. ആ ചിത്രം പുറത്തെടുത്ത മാത്രയിൽ തന്നെ അതിന്റെ വശ്യതയിൽ അധികൃതർ സ്തബ്ധരായിപ്പോയി. പക്ഷേ 2 വർഷത്തോളം കാണാതായ ഈ ചിത്രം യഥാർത്ഥ മാസ്റ്റർപീസ് തന്നെയാണെന്ന് അവർ എങ്ങനെ ഉറപ്പിച്ചു? ആദ്യം അവർ നോക്കിയത് ചിത്രത്തിന്റെ പിന്നിലെ അടയാളങ്ങളാണ്. ലൂവർ മ്യൂസിയത്തിന്റെ ഔദ്യോഗിക സ്റ്റാമ്പും ഐറ്റം നമ്പറും ആ മരപ്പലകയ്ക്ക് പിന്നിൽ കൃത്യമായി ഉണ്ടായിരുന്നു. മൊണാലിസ തുണിയിലോ പേപ്പറിലോ വരച്ച ഒന്നല്ല. പോപ്പുലർ എന്ന മരത്തിന്റെ പലകയിലാണ് ഡാവിഞ്ചി ഇത് പൂർത്തിയാക്കിയത്. കണ്ടെടുത്ത ചിത്രവും അതേ മരപ്പലകയിൽ തന്നെയായിരുന്നു. അടുത്തത് വിള്ളലുകളുടെ പരിശോധനയായിരുന്നു. വിരലടയാളം പോലെ ഓരോ പെയിന്റിംഗിലും കാലപ്പഴക്കം കൊണ്ട് വിള്ളലുകൾ ഉണ്ടാകാറുണ്ട്. മ്യൂസിയത്തിന്റെ കൈവശം മൊണാലിസയുടെ വളരെ വ്യക്തമായ പഴയ ഫോട്ടോകൾ ഉണ്ടായിരുന്നു. അവയുമായി ഒത്തുനോക്കിയപ്പോൾ ഓരോ ചെറിയ വിള്ളലും നിറങ്ങളും കൃത്യമായി പൊരുത്തപ്പെട്ടു. ഇതിനെല്ലാം പുറമെ പോലീസ് മോഷണം നടന്ന സ്ഥലത്തെ ഗ്ലാസ് ഫ്രെയിമിൽ നിന്ന് കണ്ടെടുത്ത ഇടത് തള്ളവിരലിന്റെ അടയാളം പെറൂജിയുടെ വിരലടയാളവുമായി 100% ഒത്തുപോയി. ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അത് ലെയനാർഡോ ഡാവിഞ്ചിയുടെ യഥാർത്ഥ മാസ്റ്റർപീസ് തന്നെയാണെന്ന് അധികൃതർ ഉറപ്പിച്ചത്. മൊണാലിസയുടെ യഥാർത്ഥ മാന്ത്രികത ആ ചിത്രത്തിൽ ഡാവിഞ്ചി ഒളിപ്പിച്ചു വെച്ച ശാസ്ത്രീയമായ രഹസ്യങ്ങളിലാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? മൊണാലിസയുടെ ചുണ്ടുകളിലേക്ക് നേരിട്ട് നോക്കുമ്പോൾ ആ പുഞ്ചിരി അപ്രത്യക്ഷമാകും. എന്നാൽ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അവൾ വീണ്ടും ചിരിക്കാൻ തുടങ്ങും. ഇത് ഡാവിഞ്ചി തന്റെ അനാട്ടമിയിലുള്ള അറിവ് ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു ദൃശ്യ വിസ്മയമാണ്. നമ്മുടെ കണ്ണിന്റെ റെറ്റിനയുടെ കേന്ദ്രഭാഗമായ ഫോവിയ വരികളും ചെറിയ ഡീറ്റെയിൽസും ശ്രദ്ധിക്കുമ്പോൾ പെരിഫറൽ വിഷൻ നിഴലുകളെയാണ് തിരിച്ചറിയുന്നത്. സ്ഫുമാത്തോ എന്ന പെയിന്റിംഗ് വിദ്യയിലൂടെ നിറങ്ങൾ തമ്മിലുള്ള അതിർവരമ്പുകൾ മായ്ച്ച് ഡാവിഞ്ചി ചുണ്ടുകൾക്ക് ചുറ്റും ചില നിഴലുകൾ സൃഷ്ടിച്ചു. നിങ്ങൾ കണ്ണു മാറ്റുമ്പോൾ പെരിഫറൽ വിഷൻ ആ നിഴലുകളെ ഒരു പുഞ്ചിരിയായി നിങ്ങളുടെ തലച്ചോറിൽ വ്യാഖ്യാനിക്കുന്നു. ഇത് സാധ്യമാക്കാൻ ഡാവിഞ്ചി രാത്രികാലങ്ങളിൽ ഫ്ലോറൻസിലെ ആശുപത്രികളിൽ പോയി മൃതദേഹങ്ങൾ കീറിമുറിച്ച് മനുഷ്യന്റെ മുഖത്തെ പേശികളെ കുറിച്ച് പഠിച്ചിരുന്നു. കുതിരകളുടെ മുഖഭാവങ്ങൾ പോലും അദ്ദേഹം ഇതിനായി താരതമ്യം ചെയ്തു. ഫ്രാൻസിലേക്ക് തിരികെ കൊണ്ടുപോകുന്നതിന് മുൻപ് ഇറ്റലിയിലെ വിവിധ നഗരങ്ങളിൽ ആഘോഷങ്ങളോടെ ചിത്രം പ്രദർശിപ്പിച്ചു. ലൂവറിലേക്ക് മൊണാലിസ തിരിച്ചെത്തിയ ആദ്യ 2 ദിവസങ്ങളിൽ മാത്രം 1,20,000-ലധികം ആളുകളാണ് ആ ചിരി കാണാൻ എത്തിയത്. അതോടെ മൊണാലിസ പരസ്യങ്ങളിലും പാട്ടുകളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗ്ലോബൽ ബ്രാൻഡായി മാറി. 1911 മൊണാലിസ മോഷണം ലൂവർ മ്യൂസിയത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതിന് കാരണമായി. മോഷണത്തിന് മുൻപ് മ്യൂസിയം അധികൃതർ സുരക്ഷയുടെ കാര്യത്തിൽ അമിത ആത്മവിശ്വാസം പുലർത്തിയിരുന്നു. ലൂവറിൽ നിന്ന് എന്തെങ്കിലും മോഷ്ടിക്കുന്നത് നോട്ടർഡാം കത്തീഡ്രലിലെ ഗോപുരങ്ങൾ മോഷ്ടിക്കുന്നത് പോലെ അസാധ്യമാണെന്നാണ് അവിടുത്തെ ഡയറക്ടർ തമാശയായി പറഞ്ഞിരുന്നത്. എന്നാൽ പട്ടാപ്പകൽ നടന്ന ആ മോഷണം മ്യൂസിയത്തിന്റെ സുരക്ഷയിലെ ഗുരുതരമായ വീഴ്ചകൾ ലോകത്തിന് മുന്നിൽ തുറന്നുകാട്ടി. ഇന്ന് ലൂവർ ഒരു അജയ്യമായ കോട്ടയായാണ് അറിയപ്പെടുന്നത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു ഓപ്പറേഷൻ സെന്ററും ഭിത്തികളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ക്യാമറകളും സ്കാനറുകളും നിരീക്ഷിക്കാൻ ഒരു വലിയ സംഘം ജീവനക്കാരും അവിടെയുണ്ട്. ചിത്രങ്ങൾ ഭിത്തിയിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചാൽ ഉടനടി തിരിച്ചറിയുന്ന വൈബ്രേഷൻ സെൻസറുകളും മോഷൻ അലാറങ്ങളും ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. 1950-കളിൽ ചിത്രത്തിന് നേരെയുണ്ടായ ആസിഡ് ആക്രമണത്തെയും കല്ലേറിനെയും തുടർന്ന് മൊണാലിസയുടെ സുരക്ഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി തുടങ്ങി. ഇന്ന് ഈ ചിത്രം ഭൂകമ്പത്തെ പോലും പ്രതിരോധിക്കാൻ ശേഷിയുള്ള പ്രത്യേക ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് ബോക്സിനുള്ളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. കൂടാതെ മരപ്പലകയിൽ വരച്ച ചിത്രമായതിനാൽ അത് കേടുവരാതിരിക്കാൻ ക്ലൈമറ്റ് കൺട്രോൾ സംവിധാനവും അവിടെയുണ്ട്. പക്ഷേ ഇന്നും ഒരു സംശയം ലോകത്തെ വേട്ടയാടുന്നുണ്ട്. വൽഫിയർണോ എന്നൊരാൾ ചേർന്ന് നടത്തിയ ഒരു വ്യാജ പെയിന്റിംഗ് മാഫിയ ഈ മോഷണത്തിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്നൊരു കഥയുണ്ട്. യഥാർത്ഥ ചിത്രം മോഷ്ടിക്കപ്പെട്ട ആ 2 വർഷത്തിനുള്ളിൽ 6 വ്യാജ മൊണാലിസകൾ അമേരിക്കയിലെ കോടീശ്വരന്മാർക്ക് വിൽക്കപ്പെട്ടു അത്ര. ഇന്ന് ലൂവറിലെ ആ സുരക്ഷാ കോട്ടയ്ക്കുള്ളിൽ ഇരുന്നു കൊണ്ട് മൊണാലിസ നമ്മളെ നോക്കി ചിരിക്കുന്നത് ലോകത്തെ പറ്റിച്ചതിന്റെ സന്തോഷത്തിലാണ്. ആരാണ് ഈ സ്ത്രീ? ലിസ ഗെറാർദിനി എന്ന സാധാരണക്കാരിയോ അതോ ഡാവിഞ്ചിയുടെ തന്നെ ഒരു സ്ത്രീ രൂപമോ? എന്തിനാണ് ഡാവിഞ്ചി മരിക്കുന്നത് വരെ ഈ ചിത്രം തന്റെ കൂടെ കൊണ്ടു നടന്നത്? ഇന്നും ശാസ്ത്രത്തിന് പൂർണ്ണമായി വെളിപ്പെടുത്താൻ കഴിയാത്ത എത്രയോ രഹസ്യങ്ങൾ ആ ക്യാൻവാസിൽ ഒളിഞ്ഞിരിപ്പുണ്ടാകും. നിങ്ങൾ എന്ത് കരുതുന്നു? മൊണാലിസയുടെ ആ നിഗൂഢമായ ചിരിയിൽ നമ്മൾ ഇനിയും കണ്ടെത്താത്ത ശാസ്ത്രീയമായ രഹസ്യങ്ങൾ ബാക്കിയുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലേൺ ആൻഡ് ലിവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Welcome to Learn and Live It, where learning meets life.